എല്ലാവരും ഒത്തിരി സ്നേഹത്തോടെ ഷാലോം ടി വിയുടെ ഹെവൻലി മെലോഡീസിൻ്റെ ഈ ഫ്ലോറിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നാഥ നിനക്കായി പാടി പാടിയൻ നാവ് തളർന്നാൽ തളർന്നിടട്ടെ. ഈശോയ്ക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച് സുന്ദരമായ ഗാനങ്ങൾ സുന്ദരമായ ശബ്ദത്തിലൂടെ ആലപിച്ച് നമ്മുടെ നെഞ്ചിൽ ഇടം നേടിയ ഒരു ചേച്ചിയുടെയും അനിയത്തിയുടെയും കൂടെയാണ് നമ്മളായിരിക്കുക. ഒരിക്കൽ കൂടി ഒത്തിരി സ്നേഹത്തോടെ പ്രിയപ്പെട്ട അമൽ ഗ്രേസ് സിസ്റ്റർ, സിസ്റ്റർ ജുവാൻ മരിയ സിസ്റ്റർ, രണ്ടുപേരും വളരെ സ്നേഹത്തോടെ ഷാലോം ടി വിയുടെ ഈ ഫ്ലോറിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്തുതിയായിരിക്കട്ടെ. സുഖമായിരിക്കുന്നല്ലേ? കഴിഞ്ഞ എപ്പിസോഡുകളൊക്കെ വളരെ രസകരമായുള്ള നിങ്ങളുടെ അനുഭവങ്ങളും സുന്ദരമായ പാട്ടുകളൊക്കെയാണ്. അങ്ങനെയാണ് നമുക്ക് ആദ്യമേ തന്നെ നമുക്കൊരു നല്ലൊരു പാട്ടോടെ നമുക്ക് ആരംഭിച്ചാലോ? ആയിക്കോട്ടെ. ഏത് പാട്ടാ പാടുക? ആരാ പാടുക? നിങ്ങൾ പാടും. ഞാൻ പാടും. ഏത് പാട്ടാ? ഞാൻ പാടുന്നത് ഈശോ വരുന്നിതാ സ്നേഹമായി എന്നുള്ളൊരു ഗാനമാണ്. ഇത് ഈ ഏറ്റവും അടുത്തിടെ ഞാൻ പാടാനിടയായതാണ്. ഈ പാട്ട് എഴുതിയത് നമുക്കെല്ലാം പരിചിതനായ MCBS സഭയിലെ ഫാദർ ജോയ് ചെഞ്ചേരിയാണ്. അച്ഛൻ്റെ ഗാനങ്ങളൊക്കെ നമ്മളുടെ ഹൃദയത്തിൽ മായാതെ നിൽക്കുന്നതാണ്. ഇത്ര ചെറുതാകാൻ. അതെ അതെ, വളരെ അച്ഛൻ്റെ ഏറ്റവും പുതിയ ഗാനമാണ് അല്ലേ? സിസ്റ്ററാണ് എടുത്തിരിക്കുന്നല്ലേ? നമുക്ക് അങ്ങനെയാണെങ്കിൽ പറഞ്ഞു. ഈ പാട്ട് ഈണം നൽകിയതും നമുക്ക് വളരെ പരിചിതനായ മിസ്റ്റർ ജേക്കബ് കൊരട്ടിയാണ്. അതെ. അപ്പൊ ആ ഒരു കോമ്പിനേഷൻ ഉണ്ട്. അപ്പൊ തന്നെ നമുക്ക് ഉറപ്പിക്കാം നല്ലൊരു ഗാനമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഇതിന് ഓർക്കസ്ട്രേഷൻ ചെയ്ത് ലിജോ ലീനസ്, അതുപോലെ JJ മീഡിയ ആണ് ഇത് ചെയ്തിരിക്കുന്നത്. ജോജോ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ്. വളരെ മനോഹരമായൊരു ഗാനമാണ്. ഇതിന്റെ രചനയും സംഗീതവും ഒക്കെ ഞങ്ങൾക്ക് തോന്നിയത്. ഓക്കെ, നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം. ഈശോ
ജോൺ സിസ്റ്ററെ ചെഞ്ചേരി അച്ഛൻ ജേക്കബ് കൊരട്ടി ടീമിൻ്റെ ഏറ്റവും പുതിയ ഗാനമാണ് ഇപ്പോൾ പാടിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു വളരെ സുന്ദരമായിട്ട് നല്ല ശബ്ദം അല്ലേ? ഇത് ചാലക്കുടി ട്യൂൺസിലാണ് റെക്കോർഡ് ചെയ്തേട്ടോ. ആ നമ്മുടെ ഡെൻസന്റെ അതെ 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 വളരെ നല്ല സ്റ്റുഡിയോ ആണ്. പല പാട്ടുകൾ ഞങ്ങളുടെ അവിടെ തന്നെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. നല്ല രസമായിട്ട് പാടിയോ, നല്ല ഫീല്. നിങ്ങൾ സംഗീതം പഠിച്ചിട്ടില്ലേ? സംഗീതം അങ്ങനെ പഠിച്ചിട്ടില്ല അച്ഛാ. ഇതൊരു ഗിഫ്റ്റ് ഓഫ് ഗോഡ്. ശരിക്കും പഠിക്കാൻ പ്ലാനുണ്ടോ? പഠിക്കാൻ വീട്ടിൽ അങ്ങനെ ഒരു ചെറുപ്പം മുതലേ അങ്ങനെ ഒരു പഠനത്തിലേക്ക് ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല. പിന്നെ അപ്പച്ചന്റെ വഴി പാട്ട് വഴിയാണ്. ഞാനത് പറയാം, നിങ്ങൾ കുഞ്ഞിലെ തൊട്ട് പാടുമായിരുന്നല്ലോ, അതെ അതെ, അതുപോലെ തന്നെ കൊയറിലും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അതെ അതെ, പ്രൊഫഷണലായിട്ട് നിങ്ങൾ ഒക്കെ ശുശ്രൂഷയ്ക്കും ഗാനമേളയ്ക്കും പോയിരുന്നല്ലേ? ഇത് ഒരു പാരമ്പര്യ വഴിയാണ്, പാട്ട് വഴി. അപ്പച്ചനായിരുന്നു പാട്ടിന്റെ ആള്, നന്നായിട്ട് പാടും. അപ്പച്ചന് പാട്ടുണ്ട്. പിന്നെ അപ്പച്ചന്റെ ചേട്ടന്റെ മക്കളൊക്കെ പാട്ടുകാരാണ്. ഇപ്പൊ ഞങ്ങളുടെ ചേച്ചിയുടെ മക്കളും കൊച്ചുമക്കളും പാടും. ചേച്ചിയും പാടും, ചേച്ചിയുടെ മക്കൾ പാടും. ഇപ്പൊ കൊച്ചുകുട്ടികളും അവരുടെ മക്കളും പാടും. കുടുംബം ഒരുമിച്ച് ഒരു പാട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ കല്ലറയ്ക്കൽ എന്നാണ് വീട്ടുപേര്. കുടുംബയോഗങ്ങളൊക്കെ കൂടാറുണ്ടോ? കുടുംബയോഗങ്ങൾ ഇപ്പൊ അങ്ങനെ ആയിട്ടില്ല ഞങ്ങളുടെ. മ്യൂസിക് പരിപാടി എല്ലാവരും കൂടി അനിയത്തിയുടെ ജൂബിലി വരുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് ഒരു പാട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്, ഫാമിലി, ഞങ്ങളുടെ ഒരു പാട്ട് ഫാമിലി. എനിക്ക് അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട അമൽ ഗ്രേസ് സിസ്റ്ററും അതുപോലെ ജോൺ മരിയ സിസ്റ്ററും ആകാശവാണിയിൽ സുഭാഷിതങ്ങളും അതുപോലെ കഴിഞ്ഞ വലിയ നോമ്പിന്റെ സമയത്ത് പുത്തമ്പാനം കൂടി പാടി. ആ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയാം. സുഭാഷിതങ്ങൾ ഞാൻ ഒരു 5-6 വർഷം മുൻപാണ് പ്രഭാതത്തിൽ 5:45 സുഭാഷിതം റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നത്. അതൊരു 8 സുഭാഷിതം പറഞ്ഞിട്ടുണ്ട്. അതെ, അത് പെട്ടെന്ന് എനിക്ക് കിട്ടിയൊരു ചാൻസാണ്. ഇപ്പോഴും അത് അവർ ചെയ്യുന്നുണ്ട്, പുറത്തിടുന്നുണ്ട് ആ സുഭാഷിതം. പിന്നെ ഞങ്ങളെ ആ ഒരു ബേസ് തന്നെ ഞങ്ങളെ അറിയുന്നത് കൊണ്ടാണ് ആ ഒരു തന്നെ പാന പാടാനായിട്ട് ഞങ്ങൾ രണ്ടുപേരെയും വിളിച്ചു. അങ്ങനെ ഈ നോമ്പിൽ ആകാശവാണി അനുഭവം എന്നെ സംബന്ധിച്ചത്, ഞങ്ങൾ രണ്ടുപേരെ സംബന്ധിച്ച് ആദ്യത്തെ അനുഭവമായിരുന്നു നമ്മുടെ കാക്കനാട് FM റേഡിയോ നിലയത്തിലാണ്. പിന്നെ അനിയത്തി കുറച്ച് പരിപാടിയൊക്കെ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു FM. ജൂനിയർ സിസ്റ്ററൊക്കെ ആയിരിക്കുമ്പോൾ ഈ വിമൻസ് ഡേയോടെ അനുബന്ധിച്ച് അന്ന് അങ്ങനെ ഒരു ½ പ്രോഗ്രാം ആയിട്ടാണ് മോണാക്ട് ഒക്കെ ചെയ്തത്. അന്നങ്ങനെ വർഷങ്ങൾക്ക് മുമ്പാണ്. അതൊരു അവസരമായിരുന്നു അതിനൊക്കെ ചെയ്യാനായിട്ട്. അതിനുശേഷമാണ് ഇപ്പൊ ഞങ്ങളിങ്ങനെ ഈ പാന പാടാനും. കഴിഞ്ഞ പ്രാവശ്യമായിട്ട് അവസാനം വന്ന് പാനയാണല്ലോ. അതെ, അവസാനം വന്ന് പാനയാണ്. നമുക്ക് അങ്ങനെയാണ് ഒരു 2 പാദം പാടിയാലോ? പാടാലോ, പാടാം, നമുക്കത് പാടാം. ഓക്കെ. അമ്മ കന്യാ മണി തന്റെ നിർമ്മലതോ ഖങ്ങളിപ്പോ നന്മയാലേ മനസ്സുറ്റു കേട്ടുകൊണ്ടാലും ദുഃഖമൊക്കെ പറവാനോ വാക്കുപോരാ മനുഷ്യർക്ക് ഉൾക്കനി ചിന്തിച്ചു കൊള്ളുവാൻ ബുദ്ധിയും പോരാ. അമൽ സിസ്റ്റർ, ജോൺ സിസ്റ്റർ, രസമായിരിക്കും കേൾക്കാൻ കേട്ടോ. എനിക്ക് തോന്നുന്നത് ഇത് മുഴുവൻ ഒരു പാദം ഒരു അല്ലേ മൊത്തത്തിൽ പാടാനായിട്ട് ഒരു അവസരം ലഭിക്കട്ടെ നമുക്ക്. രസം അത് ആകാശവാണി മൊത്തം പാടിയായിരുന്നല്ലേ? ആകാശവാണി മൊത്തം പാടി, അരമണിക്കൂർ പാടി. നമ്മൾ അരമണിക്കൂറുകൾ എടുക്കുമല്ലേ? അതിന്റെ നല്ല രസമായിട്ട് പാടിയത്, നല്ല സുഖം ഉണ്ടായിരുന്നു കേൾക്കാനായിട്ട് കേട്ടോ. നല്ല ഇനി ഒത്തിരി ഇങ്ങനെ അതിന്റെ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അത്യാവശ്യം ഓരോ ഓൾറൗണ്ടറാണ് നിങ്ങളെല്ലാവരും. നന്നായിട്ട് എഴുതുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ പരിചയപ്പെടുത്തിയതാണ്. അമൽ സിസ്റ്ററിൻ്റെ ഒരു സുന്ദരമായ ബുക്കാണ് കേട്ടോ, കനൽ വെട്ടമൊക്കെ. അങ്ങനെയാണ് നമുക്കിനി അങ്ങനെയാണെങ്കിൽ നമുക്കിനി അമൽ സിസ്റ്ററിൻ്റെ, ഇപ്പോൾ ജോൺ സിസ്റ്ററിൻ്റെ നല്ല രസമുള്ളൊരു പാട്ട് നമ്മൾ കേട്ടു. അമൽ സിസ്റ്ററിൻ്റെ ഒരു പാട്ട് നമുക്ക് കേൾക്കാം. ഏത് പാട്ടാണ് പാടുന്നത്? നമുക്കൊരു ഭജനാണ് അച്ഛാ. അത് ഈ ഭജനാണ്. അതായത് നമ്മുടെ കർമ്മേറ്റ് സ്പിരിച്വാലിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത് പ്രണിധാനമാണ്. അതായത് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ദൈവഹിതം ചെയ്യാൻ പ്രാപ്തമാക്കുന്ന ഒരു പ്രാർത്ഥനയാണ് പ്രണിധാനം. ഞങ്ങളെല്ലാ സിസ്റ്റേഴ്സും 1 മണിക്കൂർ പ്രണിധാനത്തിലായിരിക്കും.
അപ്പോൾ അതിനു വേണ്ടി സഹായിക്കുന്ന ഇത് ഭജൻസാണ് നമ്മളെ ആ പ്രയറിലേക്ക് വരാനായിട്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കുറച്ച് ഭജൻസ് ഞങ്ങൾ തന്നെയാണത് സെറ്റ് ചെയ്തത്. അപ്പൊ അതിലൊരു ഭജൻ നല്ല അത് ഈ ധ്യാനമൊക്കെ വരുമ്പോൾ പ്രണദാനം ആയിക്കോട്ടെ, അത് ധ്യാനം വരുമ്പോൾ ഭജന്റെ ഒരു റോള് വലുതാട്ടോ. നമ്മളെ ശാന്തമാക്കി ഒരു നല്ല എനർജിയിൽ നമ്മളെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ശാന്തമാക്കി ആ ഒരു പ്രാർത്ഥനയിലേക്ക് വരാൻ നമ്മൾ ഒത്തിരി സഹായിക്കുന്നത് ഭജൻസ് ആണ്. നമുക്ക് നല്ലൊരു ഭജൻ ഇപ്പൊ കേൾക്കാം അല്ലേ? എന്നിട്ട് അതിന്റെ വിശേഷം കൂടുതൽ നമുക്ക് അതിനുശേഷം കേൾക്കാം. ഓക്കെ ഓക്കെ. യേശുനാമം ഭജേ, ശ്രീ യേശുനാമം ഭജേ, യേശുനാമം ഭജേ, ശ്രീ യേശുനാമം ഭജേ, യേശുരൂപം ഭജേ, യേശുരൂപം ഭജേ, യേശുരൂപം ഭജേ, ശ്രീ യേശുരൂപം ഭജേ, യേശുനാദം ഭജേ, ശ്രീ യേശുനാദം ഭജേ, യേശുനാദം ഭജേ, ശ്രീ യേശുനാദം ഭജേ. യേശു സ്നേഹം ഭജേ, ശ്രീ യേശു സ്നേഹം ഭജേ, യേശു സ്നേഹം ഭജേ, ശ്രീ യേശു സ്നേഹം ഭജേ, യേശു പാദം ഭജേ, ശ്രീ യേശു പാദം ഭജേ, യേശുപാദം ഭജേ, ശ്രീ യേശുപാദം ഭജേ, യേശുനാമം ഭജേ, യേശുനാമം, യേശുനാമം, യേശുനാമം ഭജേ, യേശുനാമം, യേശുനാമം, യേശുനാമം ഭജേ, യേശുനാമം, യേശുനാമം, യേശുനാമം. പ്രിയപ്പെട്ട അമൽ സിസ്റ്ററെ, ജോൺ സിസ്റ്ററെ, ഭംഗിയായിരുന്നു കേട്ടോ. മന്ദിരസായിട്ട് പാടിയേക്കണം. ഒന്ന് ഒരു ഒറ്റ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ, ഒന്ന് ലയിച്ചു വന്നപ്പോൾ പെട്ടെന്ന് തീർന്നു പോയി. നമുക്ക് അതിന് വരികൾ ആഡ് ചെയ്താൽ മതി അല്ലേ? അതെ അതെ, നമുക്ക് ഇഷ്ടമുള്ള വരികൾ നമുക്ക് ആഡ് ചെയ്യാം. കാർമലൈറ്റ് സ്പിരിച്വാലിറ്റിയുടെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പ്രണിധാനം. അതിന് ഏറ്റവും ഉപകരിക്കുന്ന ഒരു നല്ലൊരു ഭജൻ കേട്ടോ. വളരെ അത് ഞാൻ തന്നെയാണ് എഴുതിയും ഈണം നൽകുകയും ചെയ്തത്. നിങ്ങളുടെ ടീമിനെ പറ്റിയൊക്കെ ഒന്ന് പറഞ്ഞേ. ഞങ്ങൾക്കൊരു നല്ല കോറസ് ഉണ്ട്, താഴെയുള്ള സിസ്റ്റേഴ്സ്. സിസ്റ്റർ മീനു ജോയ്, സിസ്റ്റർ അന്ന ഗ്രേസ്, സിസ്റ്റർ ജിൻസി മരിയ, അവരാണ് ഞങ്ങളുടെ ഈ കോറസിൽ എപ്പോഴും ടീമായിട്ട് വരുന്നത്. ഞങ്ങളങ്ങനെ ഒരുമിച്ച് വളരെ സന്തോഷമായിട്ടാണ്. നല്ല സപ്പോർട്ട് നമുക്ക് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് കാലാകാലങ്ങളിൽ വരുന്ന എല്ലാ അധികാരികളും, ഞാനിപ്പോൾ സിസ്റ്റർ ആവുന്നതിന് മുമ്പേ ഞാൻ സഭയിൽ പാഠം തുടങ്ങിയ കാര്യം പറഞ്ഞല്ലോ, കോളേജിൽ നിന്ന് വന്ന് അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങൾക്ക് വളരെ പ്രോത്സാഹനവും അവസരങ്ങളൊക്കെ നൽകിയിട്ടുള്ള എല്ലാ അധികാരികളെയും ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ് ഈ സമയം.
എല്ലാം നല്ല ശരിക്കും അതാണ് നമ്മുടെ അധികാരികൾ നമുക്ക് നൽകുന്ന ഒരു സപ്പോർട്ട്, അവരുടെ ഒരു കരുതല്, നമുക്കത് എന്നും നമുക്ക് നമ്മൾ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ തീർച്ചയായിട്ടും അതിന്റെ പുറകില് നമ്മൾ ആയിരിക്കുന്ന ഇടം തന്നെയാണ്. അതുപോലെ കമ്മ്യൂണിറ്റികളായാലും ഇപ്പൊ നമ്മളിങ്ങോട്ട് പോരുമ്പോഴൊക്കെ നമ്മുടെ ഗ്യാപ്പ് നികത്തുന്ന നമ്മുടെ സമൂഹത്തിലെ സിസ്റ്റേഴ്സും മദറും ഒക്കെ ഉണ്ട്. എപ്പോഴും ഞങ്ങൾ അവരെ നന്ദിയോടെ ഓർക്കുക. ട്രെയിൻ കയറ്റാൻ വരെ കൊണ്ടാക്കുന്ന അല്ലെ കൂടെ വരെ വരുന്ന സിസ്റ്റേഴ്സാണ് എല്ലാവരും തന്നെ. അത്രയും സ്നേഹവും കരുതലും ഞങ്ങളോട് കാണിക്കുന്നുണ്ട് അവര്. ഈ എപ്പിസോഡിൽ നമ്മളിങ്ങനെ ആയിരിക്കുമ്പോൾ പ്രിയപ്പെട്ട അമൽ സിസ്റ്ററിനോടെയും അതുപോലെ ജോവാൻ സിസ്റ്ററിനോടെയൊക്കെ ആയിരിക്കുമ്പോൾ ഒത്തിരി സന്തോഷം. കാരണം ഒത്തിരി നല്ലൊരു എപ്പിസോഡുകളായിരുന്നു. എനിക്ക് ഭയങ്കര ഒരു എനർജി കിട്ടിയ വളരെ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത ഒന്ന് നിങ്ങളുടെ ആ സ്നേഹത്തിൻ്റെ, നിങ്ങളുടെ ചേച്ചിയും അനിയത്തിയും തമ്മിലുള്ള ആ ഒരു സ്നേഹവും നിങ്ങൾ തമ്മിലുള്ള ആ ഒരു വൈബും, നിങ്ങൾ ഒരുമിച്ച് എനിക്ക് തോന്നുന്നു ഇനിയും ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമ്മുടെ ഈ എപ്പിസോഡ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ ഒരുമിച്ച് പാടിയ ഒരു പാട്ടും കൂടിയുണ്ട്, നമ്മുടെ കഴിഞ്ഞ ഓശാനിക്ക് പാടിയ ഒരു പാട്ട് അല്ലേ? ആ ഒരു പാട്ടിന്റെ വിശേഷം ഒന്ന് പറയാമോ? അത് എഴുതിയതും ആ ഗാനം എഴുതിയത് ഞങ്ങളുടെ CMC അങ്കമാലി പ്രൊവിൻസിലെ തന്നെ സിസ്റ്റർ ജോവാനയാണ്. സിസ്റ്റർ മനോഹരമായിട്ട് അത് എഴുതി. വളരെ ഒരു വ്യത്യസ്തമായിട്ട് ആ രീതിയിലുള്ള പാട്ട് പതിവായിട്ട് നമ്മൾ ഓശാനിക്ക് കേൾക്കുന്ന വരികൾ എന്നൊക്കെ വ്യത്യസ്തമായിരുന്നു. ജോവാൻ സിസ്റ്റർ നല്ല വരികൾ കേട്ടോ. പിന്നെ അതിന്റെ സംഗീതം കൊടുത്തത് ജോവാൻ മരിയ സിസ്റ്റർ ആണ്. അത് ഭംഗിയോടെ നമുക്ക് അത് ചെയ്തത്. നമുക്ക് ആ ഒരു ഗാനത്തോടെ നമുക്ക് ഈ എപ്പിസോഡ് വരപ്പിക്കാം അല്ലേ? അതെ, തീർച്ചയായിട്ടും. വിശുദ്ധവാരം മിഴി തുറക്കും പുണ്യനാള്, കുരുത്തോല പെരുന്നാള്. വിശുദ്ധവാരം മിഴി തുറക്കും പുണ്യനാള്, കുരുത്തോല പെരുന്നാള്. എന്റെ സുകൃത തിരുനാള്, എൻ രാജാവിനെ വരവേൽക്കാൻ. ഓശാന പെരുന്നാള്. വന്യവൈദികൻ കയ്യിൽ തന്നൊരു സ്നേഹക്കുരുത്തോല. ഓശാന 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 ദാവീദിൻ സുതനേ. ഓശാന 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 എന്റെ രക്ഷകനാമേശുവേ. യെരൂശലേമിൻ തെരുവീഥിയിലന്നു മുഴങ്ങി ഓശാന ഓശാന. ഇന്നെന്നകതാരിൽ അതരങ്ങളിൽ ഉതിരുന്നിതാ ദിവ്യഗീതം. ഇന്നെന്നകതാരിൽ അധരങ്ങളിൽ ഉതിരുന്നിതാ ദിവ്യഗീതം. ഒലിവിൻ ചില്ലകൾ ഉയരുന്നു നിനക്കായി ഹൃദയത്തിൽ ഇന്നെന്റെ യേശു. ഒലിവിൻ ചില്ലകൾ ഉയരുന്നു നിനക്കായി ഹൃദയത്തിൽ ഇന്നെന്റെ യേശു. ഭൂതലവും മാനവരും ഒന്നായി പാടുന്നു ഓശാന 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 ദാവീദിൻ സുതനേ. ഓശാന 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 എന്റെ രക്ഷകനാമേശുവേ. അന്നെഴുന്നള്ളുവാൻ കഴുതയെ തെരഞ്ഞെടുത്ത രാജാവേ രാജരാജാവേ. കർത്താവിനതിനെ കൊണ്ടാവശ്യമുണ്ടെന്ന മൊഴികളിൽ നിൻ കാതിൽ മുഴങ്ങിടുന്നു. കർത്താവിന്
അതിനെ കൊണ്ടാവശ്യമുണ്ടെന്ന മൊഴികളിന്നെൻ കാതിൽ മുഴങ്ങിടുന്നു. നീ തന്നതാമീ പുതുജീവിതം നാഥ, നന്ദിയോടോർത്തെന്നും സ്തുതി പാടിടും. നീ തന്നതാമീ പുതുജീവിതം നാഥ, നന്ദിയോടോർത്തെന്നും സ്തുതി പാടിടും. ഭൂതലവും മാനവരും ഒന്നായി പാടുന്നു. ഓശാന 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 ദാവീദിൻ സുതനേ. ഓശാന 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 എന്റെ രക്ഷകനാമീശ്വരേ. വിശുദ്ധവാരം മിഴി തുറക്കും പുണ്യനാള്, കുരുത്തോല പെരുന്നാള്. എന്റെ സുഹൃത തിരുനാള്, എൻ രാജാവിനെ വരവേൽക്കാൻ. ഓശാന പെരുന്നാള്. വന്യവൈദികൻ കയ്യിൽ തന്നൊരു സ്നേഹക്കുരുത്തോല. ഓശാന 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 ദാവീദിൻ സുതനേ. ഓശാന 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 എന്റെ രക്ഷകനാമീശ്വരേ. എനിക്ക് തോന്നുന്നു ഒത്തിരി സന്തോഷത്തോടെ നമ്മൾ പാടിയ അല്ലെ ഓശാനയ്ക്ക് പാടിയ നല്ല പാട്ടാണ്. ജോവാന സിസ്റ്ററിന്റെ വരികൾക്ക് ജോവാൻ സിസ്റ്റർ ജോവാൻ സിസ്റ്റർ മരിയ ജോവാൻ സിസ്റ്ററാണ് എഴുതിയ സിസ്റ്ററിന്റെ പേര് ജോവാന, പക്ഷെ സംഗീതം ചെയ്തത് ജോവാൻ സിസ്റ്റർ. ആ ഒരു കോമ്പിനേഷൻ കൊള്ളാട്ടെ, നല്ലൊരു പാട്ട്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഒരു പ്രശ്നം പറ്റിയത് നമുക്ക് ഇതിന്റെ ഒരു കരോക്കെ ഇറക്കാൻ പറ്റില്ല, ട്രാക്ക് ഇറക്കാൻ പറ്റില്ല. എന്നോട് ഒത്തിരി പേര് അന്നിക്ക് തോന്നുന്നു ആ സമയങ്ങളിൽ ഓശാനോട് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ ലൈവ് അങ്ങനെയൊക്കെ എനിക്ക് തോന്നുന്നു നല്ല പാട്ടുകളൊക്കെ വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഒപ്പം ഈ കരോക്കെ ട്രാക്കും കൂടി വരുവാണ് നല്ലതായിരുന്നു. ഇപ്പൊ അതിന്റെ ട്രാക്ക് ഉണ്ട്, അടുത്ത ഓശാനയ്ക്ക് ആൾക്കാർക്ക് അത് ഉപയോഗിക്കാൻ വളരെ സാധ്യമാകും. നല്ല വരികൾ, നല്ല സംഗീതം നന്നായി ആസ്വദിച്ചപ്പോൾ പാടിയതാണ്. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ഈ എപ്പിസോഡുകൾ വരെ ഒത്തിരി വളരെ എനർജിയുള്ള നമ്മുടെ 2 സിസ്റ്റേഴ്സ്, ചേച്ചിയും അനിയത്തിയും, അമൽ ഗ്രേസ് സിസ്റ്ററും ജോവാൻ മരിയ സിസ്റ്ററും, വളരെ മനോഹരമായ വിശേഷങ്ങളായിരുന്നു. സിസ്റ്ററിൻ്റെ ബുക്ക് കനൽവട്ട് ഇവിടെ ഇരിക്കുന്നു. ഒത്തിരി കഴിവുകൾ ദൈവം നൽകിയ ഒരു ചേച്ചിയും അനിയത്തിയും. അവർ സഭയ്ക്ക് നൽകുന്ന സേവനം തന്നെ അധ്യാപനത്തിലൂടെ ആയിക്കോട്ടെ, ഗാനശുശ്രൂഷകളായിക്കോട്ടെ, തന്നാലാവുന്ന വിധം വളരെ സ്നേഹത്തോടുകൂടെ നല്ല എനർജിയാണ് ഈ സിസ്റ്റേഴ്സിൻ്റെ അടുക്ക് നിൽക്കുമ്പോൾ. ദൈവം ഇനിയും ഒത്തിരി അനുഗ്രഹിക്കട്ടെ. ഒത്തിരി സന്തോഷം ഈ അവസരത്തിൽ നേരുകയാണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ ഒപ്പമായിരിക്കും. എനിക്ക് തോന്നുന്നത് വളരെ നല്ലൊരു എപ്പിസോഡായിരുന്നു. വളരെ വളരെ സ്നേഹത്തോടെ ശാലും ടിവിയുടെ പേരിലുള്ള ഹൃദയപൂർവ്വമുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുകയാണ്. വരുന്ന എപ്പിസോഡുകൾ നമുക്ക് വീണ്ടും പുതിയ വിശേഷങ്ങളും ഗാനങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുപിട്ടാം. അതുവരെ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ ഹൃദയപൂർവ്വം നന്ദി. യേശുനാമം ഭജേ, ശ്രീ യേശുനാമം ഭജേ. യേശുനാമം ഭജേ, ശ്രീ യേശുനാമം ഭജേ. യേശുരൂപം ഭജേ, ശ്രീ യേശുരൂപം ഭജേ.